കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയിരുന്നു. കാളിയാർ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുരിശ് പിഴുതെടുത്തത്. 40-ാം വെള്ളി ദിനത്തിലാണ് കുരിശ് സ്ഥാപിച്ചതും വെഞ്ചരിപ്പ് നടത്തിയതും. ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തിയത്. സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി കുരിശു സ്ഥാപിച്ച ഭൂമിയിൽ സ്ഥാപിച്ചു. കുരിശു പൊളിച്ച പ്രദേശത്തേക്ക് കയറരുതെന്ന് വിശ്വാസികളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും വിശ്വാസികൾ അതേ സ്ഥലത്തെത്തി പ്രാർത്ഥന നടത്തി. ചടങ്ങുകൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്. പ്രദേശം പൂർണ്ണമായും കൈവശഭൂമിയാണെന്നും പട്ടയം ലഭിക്കുവാനടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും വിശ്വാസികൾ വ്യക്തമാക്കി. പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഫോറസ്റ്റുകാരുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. അതാണ് പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം കൈവശ ഭൂമിയുണ്ട്. 60-65 വർഷങ്ങളായിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണിത്. നിങ്ങൾക്കറിയാം, ഇതിന് നാലു ചുറ്റും വീടുകളുണ്ട്. ഇങ്ങനെയുള്ള പാറപ്പുറത്ത് മാത്രമേ കൃഷിയും വീടുകളും ഇല്ലാത്തതുള്ളൂ. ഇതിനിടയ്ക്ക് ഈ ജണ്ടയിട്ടിരിക്കുന്നതിനും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനും ഇടയ്ക്ക് 700 മീറ്റർ നീളമുണ്ട്. എന്ന് പറഞ്ഞാൽ 700 മീറ്റർ അകലെയാണ് ജണ്ടയിൽ നിന്ന് ഈ സ്ഥലം. ഇതിനിടയ്ക്ക് ജണ്ടയ്ക്കും ഈ സ്ഥലത്തിനും ഇടയ്ക്ക് പട്ടയഭൂമിയുണ്ട്, വീടുകളുണ്ട്. നിങ്ങൾക്കറിയാം, 40 വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വനംവകുപ്പിൻ്റേതാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ആനചാടിക്കുത്തെന്ന സ്ഥലം അവർ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് അവർ ഈ ജനങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള നീക്കം അവർ നടത്തുന്നത്. പൊളിച്ചു നീക്കിയ കുരിശ് അതേ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. ഈ പറയുന്ന തെങ്ങുകൾ ഇതെല്ലാം ഈ നാട്ടിൽ കൈവശത്തിൽ ഭൂമിയാണ്. ആ ഭൂമി പള്ളിക്ക് എഴുതി കൊടുത്തതാണ് ഈ കുരിശ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും വനഭൂമിയല്ല. ഈ മരങ്ങൾ മുറിക്കാത്ത എന്താ വെച്ചാൽ വനഭൂമി കൈവശ ഭൂമി ആയതുകൊണ്ട് വനംവകുപ്പ് സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ മരങ്ങൾ മുറിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ഭൂമിയാണ് ഈ പള്ളിക്ക് കൊടുത്തതും ഈ കുരിശ് വെച്ചത്. ഇത് തികച്ചും അധാർമികമായിട്ടുള്ള നടപടിയാണ് വനംവകുപ്പ്. കുരിശ് സ്ഥാപിച്ച സ്ഥലം വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്ന അവകാശവാദം ഉന്നയിച്ചായിരുന്നു കുരിശ് പൊളിച്ചു നീക്കിയത്. വിഷയത്തിൽ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.